Hi everyone, welcome to the fourth section of Free PT series. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് PT റൈറ്റിങ്ങിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എസ്സേ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലക്ഷ്മി മിസ്സിന് എപ്പോഴും എസ്സേ മാത്രമേ ഉള്ളൂ എന്ന്. എസ്സേ മാത്രമല്ല, നമുക്ക് എല്ലാ മൊഡ്യൂൾസും ഉണ്ട്, പക്ഷെ അത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ഓർത്തു ഈ നമ്മുടെ PT-യിൽ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂളാണ് റൈറ്റിംഗ്. എന്നാൽ പിന്നെ റൈറ്റിംഗ് അങ്ങ് പറഞ്ഞു തന്നിട്ട് ബാക്കി മൊഡ്യൂൾസിലേക്ക് പോകാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് എസ്സേയുടെ സ്ട്രക്ചറോ അങ്ങനെ ഒരു കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പകരം നമ്മൾ എസ്സേ എഴുതുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതിന് യൂസ്ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയ കുറച്ച് വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും പറഞ്ഞു പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണ് നീറ്റായിട്ട് എഴുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓൾറെഡി പറഞ്ഞു ഇത് നമ്മുടെ 4th സെഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിത് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കാരണം സീരീസ് ആകുമ്പോൾ 1 by 1 ആയിട്ട് കാണണമല്ലോ. ഇനി ഈ വീഡിയോസൊക്കെ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടെലഗ്രാം ചാനലിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് വീഡിയോസൊക്കെ ഉള്ളത്. സോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോസൊക്കെ കാണുക 1 by 1 ആയിട്ട്, എന്നിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സെഷൻസും കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, വീഡിയോസ് കാണുക, എന്നിട്ട് നേരെ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എസ്സേ എന്ന് പറയുന്നത് PT റൈറ്റിംഗ് മൊഡ്യൂളിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 20 മിനിറ്റ്സ് ആയിരിക്കും. ഈ 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളൊരു എസ്സേ എഴുതണം. എത്ര വേർഡ്സിൽ? 200 to 300 വേർഡ്സിലുള്ളൊരു എസ്സേ എഴുതണം. ആ എസ്സേ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ 2 എസ്സേസ് എഴുതേണ്ടി വരും. അത് ഒരു ക്വസ്റ്റ്യൻ ആയാലും 2 ആയാലും ഓരോ എസ്സേക്കും നിങ്ങൾക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 20 മിനിറ്റ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിനൊരു 200 to 300 വേർഡ്സ് ഉള്ള എസ്സേ എഴുതുക എന്ന് വെച്ചാൽ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി ആക്കാം, പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ. അല്ലെങ്കിൽ അത്ര ഈസി അല്ല. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യാം, എങ്ങനെ വേർഡ്സൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എസ്സേ 20 മിനിറ്റ്സ് കൊണ്ട് എഴുതണം. ആ എസ്സേയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് 4 ടൈപ്പുള്ള എസ്സേസ് ആയിരിക്കും ഇവർ ചോദിക്കുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് ടൈപ്പാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ എഗ്രി ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടും. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു എസ്സേ ആണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്കഷൻ ടൈപ്പാണ്. അതായത് നിങ്ങൾക്കൊരു 2 വ്യൂ പോയിൻറ്റ്സ് തരും, കോൺട്രഡിക്റ്ററി നിൽക്കുന്ന 2 വ്യൂ പോയിൻറ്റ്സ്. ഈ വ്യൂ പോയിൻറ്റ്സ് 2 നോക്കിയിട്ട് അവർ പറയും ഓക്കെ ഡിസ്കസ് ബോത്ത് വ്യൂ പോയിൻറ്റ്സ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ എന്ന്. ഈ 2 വ്യൂ പോയിൻറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ കൊടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഓൺ ഒപ്പീനിയൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പ്. ഇതും PT-യുടെ ഒരു കോമൺ ആയിട്ടുള്ള എസ്സേ ടൈപ്പാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബ്ലം ആൻഡ് സൊല്യൂഷനാണ്. ഏതെങ്കിലും ഒരു റീസെൻറ്റ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ജനറൽ ട്രെൻഡോ ഒക്കെ തന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് എന്താണ് ആൻഡ് വാട്ട് ക്യാൻ ബി ഡൺ ടു സോൾവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു എസ്സേ തരും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ഉണ്ട്, ഒപ്പീനിയൻ ടൈപ്പ്. ഒരു ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് എന്ന് ചോദിക്കുന്ന ഒരു എസ്സേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് PT-ക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് എസ്സേ ആയാലും നമുക്കതിന് സ്കോർ വരുന്നത് നോക്കിക്കേ, ഈ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയയുടെ ബേസിലായിരിക്കും. നമുക്ക് 7 ക്രൈറ്റീരിയ ഉണ്ട്, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടൻ്റ് ആണ്. കോണ്ടൻ്റ് എന്ന് വെച്ചാൽ എന്താ ശരിക്കും? നമ്മളോട് സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിന് 2 പാർട്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2 പാർട്സും നമ്മൾ ടച്ച് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ കോണ്ടൻറ്റ് അവിടെ ക്ലിയർ ആകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് കോണ്ടൻറ്റിന് മാക്സിമം സ്കോറായ 3 കിട്ടുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 പാർട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് 1 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒരു പോർഷൻ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ദിസ് 3 ബിക്കംസ് 2. അങ്ങനെ നമുക്ക് സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിനെല്ലാം ആൻസർ കൊടുത്തു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് കോണ്ടൻറ്റിന് മാക്സിമം സ്കോറായ 3 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് ഫോർമൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് ദ വേർഡ് കൗണ്ട് ഈസ് 200 to 300. ഈ 200 to 300-ന് ഇൻ ബിറ്റ്വീൻ എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഫോർമൽ റിക്വയർമെൻറ്റിന് സ്കോർ 2 കിട്ടുക. സപ്പോസ്
ബിലോ 200 ആയാലും എബോവ് 300 പോയാലും നിങ്ങൾക്ക് അവിടെ സ്കോർ എന്നുള്ളത് ഈ 2 എന്നുള്ളത് 1ലേക്ക് പോകാം. പിന്നെ വേർഡ് കൗണ്ട് ഒത്തിരി വേരി ചെയ്ത് വന്നാൽ അത് 0യിലേക്ക് പോകാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ റോങ് ആണോ ഒന്നും നോക്കണ്ട, ഒരു 200 to 300 വേർഡ്സിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതാകുമ്പോൾ നമുക്ക് ആ ഫോർമൽ റിക്വയർമെൻറ്റിൻ്റെ മാക്സിമം സ്കോറായ 2 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ് ഡെവലപ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് കൊഹിറൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു ആൻസർ കാണുമല്ലോ. ഈ ആൻസറിനെ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? പ്രോപ്പറായിട്ടാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അതിനെ എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നു? ഓരോ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണോ എഴുതുന്നത്, അതോ എല്ലാം കൂടെ കൂട്ടിയാണോ എഴുതുന്നത് എന്നൊക്കെ നോക്കിയിട്ട് കൊഹിറൻസിനും കൂടെ അവർ മാർക്ക് നോക്കും. അതായത് കൊഹിറൻസ് എന്ന് വെച്ചാൽ ലോജിക്കൽ കണക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പോയിൻറ്റും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനൊരു കണക്ഷൻ കാണണം. ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ബേസിക്കലി കൊഹിറൻസ് എന്ന് പറയുന്നത്. സോ ഈ എസ്സേ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും സ്ട്രക്ചറൈസ് ചെയ്യുന്നതും എങ്ങനെ കൊഹിറൻസ് കൊടുക്കുന്നതും എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സ്കോർ ആയിട്ടുള്ള 2 അവിടെ വരിക. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഗ്രാമർ. ഗ്രാമറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ടെൻസസ് നോക്കും, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് നോക്കും, പിന്നെ എന്താണ് നമ്മുടെ പങ്ക്ച്വേഷൻസ് നോക്കും. ഇതെല്ലാം ഗ്രാമറിൽ പെടുന്നൊരു കാര്യമാണ്. ഗ്രാമർ ഞാൻ കൂടുതൽ പറയാത്തത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയയാണ് ജനറൽ ലിംഗ്വിസ്റ്റിക് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കുള്ളൊരു ഐഡിയനെ നിങ്ങൾക്ക് പല തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസിലോ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസിലോ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ സ്കോർ 2 ഒന്നും കിട്ടില്ല, വളരെ കുറച്ചൊരു സ്കോർ ഒരു 1 കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഉള്ളൊരു ഐഡിയാസിനെ നല്ല സെൻറ്റൻസ് സ്ട്രക്ചറിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ മിക്സ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും ആ ഒരു 2 പോയിൻ്റ് എന്ന് പറയുന്നത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയയാണ് വൊക്കാബുലറി റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്പോക്കൺ ഫോമിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും മാക്സിമം പോയിൻ്റ് ആയിട്ടുള്ള 2 കിട്ടില്ല, നേരെ 1ലേക്ക് പോകും. അറിയാമല്ലോ, സ്പോക്കൺ ലാംഗ്വേജ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ റിട്ടൺ ലാംഗ്വേജ്. സോ റിട്ടൺ ലാംഗ്വേജിലാണ് നമ്മൾ എസ്സേ എഴുതേണ്ടത്, അവിടെ നമ്മൾ ഫോർമൽ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൊക്കാബുലറിക്ക് നല്ല സ്കോർ കിട്ടും. ഒരു കാര്യം ഓർക്കണം, ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് ആ സിറ്റുവേഷന് പ്രോപ്പറായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഇന്നൊരു വൊക്കാബുലറി പഠിച്ച് എന്നാൽ പിന്നെ അത് എസ്സേയിൽ കൊണ്ടിടാമല്ലോ എന്ന് കരുതിയിട്ട് കോണ്ടെക്സ്റ്റിന് യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ ഇട്ടാൽ നിങ്ങൾക്ക് ഉള്ള സ്കോർ കൂടെ പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു വൊക്കാബുലറി യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കോണ്ടെക്സ്റ്റിന് യൂസ്ഫുൾ ആണോ, അവിടെ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അത് റിട്ടൺ ലാംഗ്വേജിലുള്ളതാണോ അതോ സ്പോക്കൺ വേർഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്കോർ കളയുന്ന ഒരു ഏരിയയാണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിന് മാക്സിമം 2 എടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സ്പെല്ലിങ്ങിൻ്റെ കേസ് അറിയോ? നമ്മൾ 200 to 300 വേർഡ്സ് ഉള്ള എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെ, അതായത് വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇഫ് യു റൈറ്റ് ദാറ്റ് എസ്സേ യു വിൽ ബി ഗിവൺ 2 പോയിൻറ്റ്സ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും കാണാൻ പാടില്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ എന്താ പറ്റുക? ദിസ് 2 ബിക്കംസ് 1. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഒരു സ്കോറാണ് നിങ്ങൾക്ക് പോകുന്നത്. ഇനി മോർ ദാൻ 1 സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദിസ് 2 ബിക്കംസ് 0. നമുക്കവിടെ സ്പെല്ലിങ്ങിന് സ്കോർ ഒന്നും കിട്ടില്ല. അപ്പം മനസ്സിലായോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നമ്മൾ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ സ്കോർ, അതായത് എസ്സേക്ക് സ്കോർ കിട്ടുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ക്രൈറ്റീരിയ നോക്കി നമ്മൾ ആ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് എഴുതാൻ പറ്റുമോ? ഈസിയാണോ? അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ 200 to 300 വേർഡ്സിലുള്ള ഒരു എസ്സേ ഇത്രയും ക്രൈറ്റീരിയ നോക്കി എഴുതണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കുള്ളിൽ വേണം. അതെന്തൊക്കെയാണ് വേണ്ടത്? ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ വേണം അല്ലേ? അതുപോലെ തന്നെ ഏത് ടോപ്പിക്ക് കിട്ടിയാലും എഴുതാൻ പറ്റിയ കുറച്ച് വേർഡ്സ് നമ്മുടെ ഉള്ളിൽ വേണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എസ്സേ 20 മിനിറ്റ്സ് കൊണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് PT റൈറ്റിങ്ങിൽ ചോദിക്കുന്ന കോമൺ ടോപ്പിക്സ് എന്നും അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള വൊക്കാബുലറി എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പക്ഷേ ആ ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലായിരിക്കും കിട്ടുന്നത്. സോ ലെറ്റ്സ് സീ ദെയർ.